ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ രസകരമായ സംഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഒരു 4 മാസം മുമ്പ് ഞാനും വൈഫും ഇന്ത്യയിൽ ഷിംല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. വളരെ രസകരമായ സുന്ദരമായ സ്ഥലം. ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഷിംല, മനാലി. ഷിംലയിലെ പല കാഴ്ചകളിലേക്കും പോയതിനു ശേഷം പല വ്ളോഗേഴ്സും അതുപോലെ തന്നെ ഷിംലയിലെ ടൂറിസ്റ്റ് മാപ്പിലൊക്കെ കാണുന്നത് അവിടുത്തെ ടോയ് ട്രെയിൻ, നിർബന്ധമായിട്ടും ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യണം. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. എന്തോ തടസ്സം കാരണം ഓൺലൈനിൽ ടിക്കറ്റ് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാനും സാജിയും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ബിൽഡ് ചെയ്തത് 1908 അത്രയും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ എല്ലാ രൂപത്തിലും വൃത്തിയും, അവിടുത്തെ റെസ്റ്റോറൻ്റ് ആയാലും ശരി, അവിടുത്തെ ഫ്ലോറിംഗ് ആയാലും ശരി, റെയിലിൻ്റെ സ്ഥലത്തായാലും ശരി, എല്ലാവരുടെയും വളരെയധികം വൃത്തിയിലാണുള്ളത്. വളരെ നല്ല നീറ്റായിട്ടുണ്ട്. നീറ്റ് എടുത്ത് പറഞ്ഞു പോകും ആരും കണ്ടാൽ. അത്ര നല്ല നീറ്റായിട്ടുള്ള റെയിൽവേ 1908 നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ. യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണിത്. അങ്ങനെ ടിക്കറ്റ് ബുക്കിംഗ് ഇല്ല. നാളെ രാവിലെ 10 മണിക്കാണ് ട്രെയിൻ. നിങ്ങൾ നാളെ രാവിലെ ഒരു 9:30 ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ രാവിലെ 9:30 തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വലിയ ബോർഡിലാണ് എഴുതിയിരിക്കുന്നത് നോ സ്മോക്കിംഗ്. വലിയ ബോർഡിൽ കുറച്ചൊരു 50 മീറ്റർ അടക്കം വലിയ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നോ ക്യാമറ ഓൺ ദ റെയിൽ, നോ വീഡിയോ ഫ്രം ദ റെയിൽ. അങ്ങനെ ഓരോന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എഴുതിക്കുക. ഈ ഡസ്റ്റ്ബിൻ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 500 ഫൈനാണ്. അതുപോലെ തന്നെയാണ് അത് നല്ല വൃത്തിയുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലുതായിട്ട് അവർ എഴുതി വെച്ചത്. വീഡിയോ, റെയിലിൻ്റെ മേലിൽ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, 500 ഫൈനാണെന്ന് വളരെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം എത്തിയപ്പോൾ ഞാനൊരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ സാജിയോട് പറഞ്ഞു ഞാനൊരു കോഫി കുടിക്കാം. സാജി കോഫി ഇൻട്രസ്റ്റ് അല്ല. ഞാൻ അങ്ങനെ കോഫി ഷോപ്പിൽ നിന്ന് കോഫിയുമായി റിലാക്സായി ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് പോകും കാണുന്നത് സാജി റെയിലിൻ്റെ മേലിലൂടെ നടക്കുന്നു, വേറൊരാൾ അത് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, റെയിൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോയിട്ട് എടുക്കുന്നു. ഞാൻ കാഫി 3/4 ഭാഗം കുടിച്ചതും വെച്ചിട്ട് ഓടി വന്ന് ഞാൻ സാജിനോട് വെച്ച് ഇതെന്താ നീ ഇത്രയും വലിയ ബോർഡ് വെച്ചിട്ട്? അപ്പോഴാണ് സാജി പറയുന്നത് ഈ റെയിൽവേ സൂപ്രണ്ടാണ് സാജിൻ്റെ വീഡിയോ എടുക്കുന്നത്. അയാളാണ് അവിടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആള്. അപ്പോൾ റെയിൽവേ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ പോയിട്ട് സാജി പെർമിഷൻ ചോദിച്ചപ്പോൾ സാജി ഒറ്റക്ക് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തന്നെ വന്ന് എടുത്തേരാന്ന് പറഞ്ഞിട്ട് അയാൾ സാജിനെ കൂട്ടിയിട്ട് റെയിൽവേയിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ പറയുക, റെയിൽവേ സൂപ്രണ്ടാണ് എടുക്കുന്നത്, അയാളെക്കാളും വലിയൊരാൾ അവിടെ ഇല്ല. പിന്നെ ആരും ഫൈൻ ഇടാനൊന്നും ഇല്ല. ഞാൻ അതിനടുത്തുള്ളൊരു ബെഞ്ചിലിരുന്ന് ട്രെയിൻ വരുന്നതും കാത്ത് വിദൂരയിലേക്ക് നോക്കി നിന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.